വെൽക്കം ടു PSC വേൾഡ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങൾ എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിനുള്ളിൽ വരുന്ന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ പറ്റിയാണ്. ദേശീയ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ പറ്റി വിശദമായി നമ്മൾ ചോദ്യങ്ങളോടെയും അവയുടെ വിശദീകരണങ്ങളോടെയും ഈ ടോപ്പിക്ക് മുഴുവനായി ഈ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതായത് ഒരു PSC പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ വസ്തുതകളും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. ഇവയില് എല്ലാ ഉത്തരങ്ങളും ശരിയാണ് അല്ലെ, എല്ലാം ശരിയാ. നോക്കാം. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ഔദ്യോഗികമായി ഉപയോഗിച്ചിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ഔദ്യോഗികമായി ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. അടുത്ത പോയിന്റ്, അധകൃത വർഗങ്ങൾ അഥവാ ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ. അംബേദ്കർ ആണ് ഡിപ്രസ്ഡ് ക്ലാസസ് അല്ലെങ്കിൽ അധകൃത വർഗങ്ങൾ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്ത പോയിന്റ്, താഴ്ന്ന ജാതിക്കാരെ ഹരിജൻ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. താഴ്ന്ന ജാതിക്കാരെ ഹരിജൻ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത പോയിന്റ്, താഴ്ന്ന ജാതിക്കാരെ ദളിത് എന്ന് സൂചിപ്പിച്ചത് ജ്യോതിബ ഫുലെയാണ്. ആരാണ്? ജ്യോതിബ ഫുലെയാണ് എന്ത് താഴ്ന്ന ജാതിക്കാരെ ദളിത് എന്ന് സൂചിപ്പിച്ചത്. ഒന്നുകൂടെ പറയാം. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ഔദ്യോഗികമായി ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. രണ്ടാമത്തെ പോയിന്റ്, അധകൃത വർഗങ്ങൾ ആദ്യ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. എല്ലാ ഉത്തരവും ശരിയാണ്. 4 ഓപ്ഷന് ശരിയാണ്. നോക്കാം. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ഔദ്യോഗികമായി ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് എന്ത് ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, അധകൃത വർഗങ്ങൾ അഥവാ ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് അംബേദ്കർ ആണ് അല്ലെ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന പദം അഥവാ അധകൃത വർഗങ്ങൾ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്ത പോയിന്റ്, താഴ്ന്ന ജാതിക്കാരെ ഹരിജൻ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഹരിജൻ എന്ന് താഴ്ന്ന ജാതിക്കാരെ ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. അടുത്ത പോയിന്റ്, താഴ്ന്ന ജാതിക്കാരെ ദളിത് എന്ന് സൂചിപ്പിച്ചത് ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെയാണ് എന്ത് താഴ്ന്ന ജാതിക്കാരെ ദളിത് എന്ന് സൂചിപ്പിച്ചത്. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്. ഇവിടെയും 1ഉം 2ഉം ശരിയാണ്. നമുക്ക് പോയിന്റ്സ് വായിച്ചു പോവാം. ഇന്ത്യയിലെ പട്ടികജാതിക്കാർ ആരെന്ന് വ്യക്തമാക്കുന്ന വകുപ്പാണ് 341. എന്തോ ഞാൻ പറഞ്ഞത്? ഇന്ത്യയിലെ പട്ടികജാതിക്കാർ ആരെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ്. നമുക്കറിയാം പട്ടികജാതി കമ്മീഷൻ 338 പട്ടികവർഗ കമ്മീഷനുമാണെന്ത് ഈ പറയുന്ന 338 ഇവിടെ എന്താ ചോദ്യം? ഇന്ത്യയിലെ പട്ടികജാതിക്കാർ ആരെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് 341. ഇനി ഇന്ത്യയിലെ പട്ടികവർഗക്കാർ ആരെന്ന് വ്യക്തമാക്കുന്ന വകുപ്പാണ് 342. എന്താണ്? പട്ടികജാതിക്കാർ ആരെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് ചോദിച്ചാൽ 341, പട്ടികവർഗക്കാർ ആരെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് 342. ഭരണഘടനയിലെ 366 വകുപ്പ് പ്രകാരമുള്ള SC/ST നിർവചനത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഭരണഘടനയിലെ വകുപ്പ് 366 പ്രകാരമുള്ള SC/ST നിർവചനത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത പോയിന്റ്, പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പാണ് വകുപ്പ് 46. എന്താണ്? പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പാണ് വകുപ്പ് 46. അടുത്ത പോയിന്റ്, സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന പിന്നാക്ക വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് രാഷ്ട്രപതി കമ്മീഷനെ നിയമിക്കണമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 340. വകുപ്പ് 340 എന്താ പറയുന്നത്? സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന
പിന്നോക്ക വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് രാഷ്ട്രപതി കമ്മീഷനെ നിയമിക്കണം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 340. എന്താണ് വകുപ്പ് 46 പറഞ്ഞത്? പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പാണ് വകുപ്പ് 46. അങ്ങനെ വകുപ്പ് 340 രാഷ്ട്രപതിയോട് പറയുന്നു ഇവരുടെ ഈ വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് രാഷ്ട്രപതി കമ്മീഷനെ നിയമിക്കണമെന്ന് പറയുന്നു വകുപ്പ് 340. അടുത്ത ചോദ്യം, പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ഏതാണ്? എന്താണ്? പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ആണ്. ഷെഡ്യൂൾ 5 പ്രതിപാദിക്കുന്നത്. ഷെഡ്യൂൾ 5 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഷെഡ്യൂൾ 5 പട്ടികജാതി പട്ടികവർഗ മേഖലകളിലെ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിലെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ സംവരണ കാര്യങ്ങൾ പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഇന്ത്യയില് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ സംവരണ കാര്യങ്ങൾ പരാമർശിക്കുന്നത് ഭാഗം 16 ഭാഗം 16. അടുത്ത ചോദ്യം, ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്നത് വകുപ്പ് 338 ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇനിയോ ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് വകുപ്പ് 338A 338 പട്ടികജാതി കമ്മീഷനെ കുറിച്ചും ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് 338A നോക്കാം. മുൻപ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഒറ്റ കമ്മീഷനായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2003 89 ഭേദഗതി 89 ഭേദഗതി പ്രകാരം പട്ടികജാതിക്കും പട്ടികവർഗത്തിനും വെവ്വേറെ കമ്മീഷനുകൾ രൂപീകരിച്ചു. പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. പട്ടികജാതി കമ്മീഷനായിട്ടും പട്ടികവർഗ കമ്മീഷനായിട്ടും വെവ്വേറെ തരംതിരിച്ചത് 89 ഭേദഗതിയാണ്. എന്നാണ് 2003. അങ്ങനെയാണ് ഈ പറയുന്ന രണ്ട് ഇതായിട്ട് വന്നത് അല്ലെ? പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വെവ്വേറെ കമ്മീഷനുകൾ നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, 2003 89 ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും നിലവിൽ വന്നത് 2004 നമ്മൾ പറഞ്ഞു 89 ഭേദഗതി ഓഫ് 2003. അങ്ങനെ വെവ്വേറെ കമ്മീഷനുകൾ ഇവർക്ക് രണ്ടുപേർക്കും വന്നല്ലേ? പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വെവ്വേറെ കമ്മീഷനുകൾ വന്നു. അങ്ങനെ 2004 എന്താണ് ഇത് നിലവിൽ വന്നു. 2004 നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 1ഉം 2ഉം ശരിയാണ്. നോക്കാം. ദേശീയ പട്ടികജാതി കമ്മീഷനിലും ദേശീയ പട്ടികവർഗ കമ്മീഷനിലും ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, മറ്റ് 3 അംഗങ്ങൾ എന്നിവർ മൊത്തം ചേർത്ത് ആകെ 5 അംഗങ്ങളാണുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക. ദേശീയ പട്ടികജാതി കമ്മീഷനിലും ദേശീയ പട്ടികവർഗ കമ്മീഷനിലും ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, മറ്റ് 3 അംഗങ്ങൾ. അങ്ങനെ 5 പേര്. ഒരു അധ്യക്ഷന്, ഒരു ഉപാധ്യക്ഷൻ 2 പിന്നെ മറ്റ് 3 അംഗങ്ങൾ. അങ്ങനെ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. കാലാവധി എത്രയാണ്? അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണെന്ന് ഓർത്തിരിക്കണം. ഇനി ആകെ 5 പേരാണ്. അവരിൽ ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും, ഒരു ഉപാധ്യക്ഷനും ഉണ്ടായിരിക്കും, മറ്റ് 3 അംഗങ്ങളും ചേർത്ത് 5 പേര്. കാലാവധി 3 വർഷം. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ്? ശരി ഏത് എന്നാണ് നോക്കാം. ശരി 1ഉം 2ഉം ശരിയാണ്. നമുക്ക് നോക്കാം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ എന്നിവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാരണം എന്താ? ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ലേ? ഭരണഘടനാ സ്ഥാപനമാകുമ്പോൾ അവിടെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അതുപോലെ തന്നെ രാജി സമർപ്പിക്കേണ്ടതും ഒക്കെ ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് അവകാശമുള്ളത്. അതുപോലെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് ഇനി സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നെങ്കിലോ നേരെ തിരിച്ചു വന്നേനെ, എല്ലാം സർക്കാരിന് പോയേനെ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താ? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി അതുപോലെ തന്നെ ഇവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളെ രാജിക്കത്ത് നൽകേണ്ടതും രാഷ്ട്രപതിക്കാണ്. അപ്പൊ നിയമിക്കുന്നത് രാഷ്ട്രപതി, രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്ക്, അതുപോലെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ആരാണ്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ ആസ്ഥാന മന്ദിരം ലോക് നായക് ഭവൻ എന്നറിയപ്പെടും. എന്താണ്? ലോക് നായക് ഭവൻ എന്നാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ സൂരജ് ഭാൻ ആണ്. ആരാണ്? സൂരജ്
സൂരജ് ഭാനാണ്. സൂരജിനകത്ത് ജ ഉണ്ട് അല്ലെ. പട്ടികജാതി ജായ ഉണ്ട്. അങ്ങനെ ഓർത്തിരിക്കാമല്ലോ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സൂരജ് ഭാനാണ്. ആരാണ്? സൂരജ് ഭാനാണ്. ഇനി അടുത്ത ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് കൻവർ സിംഗ്. കൻവർ സിംഗ് നമ്മൾ ഒരുപാട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ, ഒരുപാട് പ്രീവിയസ്ലി കണ്ടിട്ടുണ്ട് അല്ലെ, തെറ്റിപ്പോകത്തില്ല. ദേശീയ പട്ടികവർഗമാണ്, വർഗ കമ്മീഷന്റെ ആണ് കൻവർ സിംഗ്. കൻവർ പട്ടിക വർഗം, ആ ഇറിൽ വെച്ച് പിടിക്കണം അല്ലെ. പട്ടികവർഗം കൻവർ സിംഗ്, അങ്ങനെ ഓർത്തിരിക്കാം. പട്ടികജാതി കമ്മീഷൻ ആരാണ്? സൂരജ് ഭാനാണ്. ഇത് ആദ്യ അധ്യക്ഷന്മാരെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നിലവിൽ ആരൊക്കെയാണെന്ന് നോക്കി പിടിക്കാം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാണ് കിഷോർ മക്വാന. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കഴിഞ്ഞു പരീക്ഷയ്ക്ക്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ കിഷോർ മക്വാന. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാണ് അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യ ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, കേരള സംസ്ഥാനത്തിൽ വരുമ്പോൾ അവിടെ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും ഒറ്റ കമ്മീഷനേ ഉള്ളൂ. അതായത് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷനാണ് BS മാവോജി. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചു. BS മാവോജിയാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ കിഷോർ മക്വാന, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ അന്തർ സിംഗ് ആര്യ. ഇനി ആദ്യത്തെ ആൾക്കാരോ, ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ ആദ്യ സൂരജ് ഭാനാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ കൻവർ സിംഗ് ആണ്. അടുത്ത ചോദ്യം, കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമം സംസ്ഥാന സർക്കാർ പാസാക്കിയത് 2007-ലാണ്. 2007-ലാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരണത്തിന് വേണ്ടിയുള്ള നിയമം സംസ്ഥാന സർക്കാർ പാസാക്കിയത് എന്ന് 2007. ഇനി ദേശീയ തലത്തിലുള്ളത് പോലെ ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ വെവ്വേറെ സംസ്ഥാനത്തിലില്ല. സംസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഒറ്റ കമ്മീഷനേ ഉള്ളൂ അല്ലെ. ഇങ്ങനെ വെവ്വേറെ കമ്മീഷനുകൾ ദേശീയ തലത്തിലെ പോലെ ഇല്ല. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്. 1ഉം 2ഉം ശരിയാണ്. നോക്കാം. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, നമ്മൾ പറഞ്ഞു. ഇനി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നോക്കാം. ഭരണഘടനയിലെ നിർദ്ദേശപ്രകാരമാണ്, അതായത് വകുപ്പ് 338 ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദ്യം ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം മാത്രമാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപം കൊണ്ടിരിക്കുന്നത്. അതിനാൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ഘടന സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. നമ്മുടെ കേരളത്തിലെ സംയുക്തമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ഘടന എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഘടന എന്ന് പറയുന്നത്? ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും. അധ്യക്ഷനെ കൂടാതെ 2 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എത്ര പേരായി? 3 പേര്. ഇനി ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും. ഇദ്ദേഹം അംഗമൊന്നുമല്ല, ടോട്ടൽ 3 പേരാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ഘടന ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 3 പേര്, ഒരു അധ്യക്ഷൻ 2 അംഗങ്ങൾ, അങ്ങനെ 3 പേര്. ഇവരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും. നോക്കാം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ അധ്യക്ഷൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. മെമ്പർ സെക്രട്ടറി അംഗമല്ല. മെമ്പർ സെക്രട്ടറി അംഗമാണോ? അല്ല, അദ്ദേഹം ഒരു എക്സ് ഒഫീഷ്യോ അംഗം മാത്രമാണ്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു എക്സ് ഒഫീഷ്യോ അംഗം മാത്രമാണ്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. അതായത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പുണ്ട്, ആ വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ മെമ്പർ സെക്രട്ടറി എന്നറിയപ്പെടുന്നത്. മൊത്തം 3 അംഗങ്ങളേ ഉള്ളൂ. ഒരു അധ്യക്ഷൻ, 2 അംഗങ്ങൾ, അങ്ങനെ 3 അംഗങ്ങൾ. ഇനി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് 3 വർഷം. കാലാവധി 3 വർഷം. ചെയർമാൻ ഉൾപ്പെടെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം. ദേശീയ തലത്തിലുമാണെങ്കിലോ 3 വർഷം തന്നെയാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത്? 1ഉം 2ഉം ശരിയാണ്. നോക്കാം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. അതുകൊണ്ട് ആരാ നിയമിക്കേണ്ടത്? സംസ്ഥാന സർക്കാരാണ് നിയമിക്കേണ്ടത്. ഇനി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. രാജിക്കത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. നിയമിക്കുന്നത് ആരാണോ? സംസ്ഥാന സർക്കാരാണ്. അവർക്ക് തന്നെയാണ് ആര്?
രാജിക്കത്തും ഇവർ നൽകേണ്ടത്. എന്തുകൊണ്ടാണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അതുകൊണ്ടാണ്. അപ്പൊ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അതും സംസ്ഥാന സർക്കാരിന് തന്നെ ആയിരിക്കും അല്ലെ. നോക്കാം. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ ഒഴിവുകൾ എത്ര മാസത്തിനകം നികത്തണം? 3 മാസത്തിനകം നികത്തണം. എന്താണ്? സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ എന്നിവരുടെ ഒഴിവുകൾ എത്ര മാസത്തിനകം നികത്തണം? 3 മാസത്തിനകം നികത്തണം. ഇനി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. എന്നിട്ട് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിയമസഭയിൽ വെക്കുന്നു. സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ഇവർ സമർപ്പിക്കുന്നു, അത് അവര് നിയമസഭയിൽ വെക്കുന്നു. അടുത്ത പോയിന്റ്, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ഡോക്ടർ PK ശിവാനന്ദൻ. ആരാണ്? ഡോക്ടർ PK ശിവാനന്ദനാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. അപ്പൊ നിലവിൽ ആരാണെന്നാണ് പറഞ്ഞത്? BS മാവോജി. ആരാണ്? BS മാവോജിയാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ. ആദ്യ അധ്യക്ഷൻ ഡോക്ടർ PK ശിവാനന്ദനാണ്. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അയ്യങ്കാളി ഭവൻ എന്നാണ്. ഇത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുള്ള അയ്യങ്കാളി ഭവനാണ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏത് എന്നാണ്? 1ഉം 2ഉം ശരിയാണ്. നോക്കാം പോയിന്റ്സ്. ലോക്സഭയിൽ SC/ST വിഭാഗങ്ങൾക്കുള്ള സീറ്റ് സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണ വകുപ്പാണ് 330. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോക്സഭയിൽ, എവിടെ? ലോക്സഭയില് SC/ST വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സീറ്റ് സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 330. സർക്കാർ സർവീസുകളിൽ SC/ST വിഭാഗക്കാരുടെ സംവരണത്തെ സൂചിപ്പിക്കുന്ന വകുപ്പ് 335 ആണ്. സർക്കാർ സർവീസുകളിലാണെങ്കിൽ 335. ലോക്സഭയിലെ സീറ്റ് സംവരണത്തെ കുറിച്ചാണെങ്കിൽ ലോക്സഭയിലെ സീറ്റ് സംവരണത്തെ കുറിച്ച് 330 പറയുന്നു. സർക്കാർ സർവീസുകളിലാണെങ്കിലോ 335. ഇനി ലോക്സഭയിൽ പട്ടികജാതിക്കാർക്കായി എത്ര സീറ്റ് സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്? 84 സീറ്റ്. 84 സീറ്റ്. ലോക്സഭയിൽ പട്ടികജാതിക്കാർക്ക് 84 സീറ്റുകളാണ് സംവരണം ചെയ്തിട്ടുള്ളത്. ഇനി ലോക്സഭയിൽ പട്ടികവർഗക്കാർക്കായി എത്ര സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 47. എത്രയാണ്? 47 സീറ്റുകളാണ് പട്ടികവർഗക്കാർക്ക്. അപ്പോൾ 84 എന്താണ്? പട്ടിക ജാതിക്കാർക്ക്. അപ്പൊ മൊത്തം എത്രയായി? ഈ പറയുന്ന 180, 120, 131 സീറ്റ് അല്ലെ. 131 സീറ്റ് ലോക്സഭയില് പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ട് മാത്രം സംവരണം ചെയ്തിട്ടില്ല. 84 സീറ്റ് എന്താണ്? പട്ടികജാതിക്കാർക്കായിട്ടും 47 സീറ്റ് പട്ടികവർഗക്കാർക്കായിട്ടും സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, സംസ്ഥാന നിയമസഭയിൽ SC/ST വിഭാഗങ്ങൾക്കുള്ള സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 332. 332ലാണ് സംസ്ഥാന നിയമസഭയിൽ SC/ST വിഭാഗങ്ങൾക്കായിട്ടുള്ള സംവരണത്തെ കുറിച്ച് പറയുന്നത്. ഇനി ദേശീയ തലത്തിലാണെങ്കിലോ ലോക്സഭയിലാണെങ്കിൽ പറഞ്ഞ വകുപ്പ് ഏതാണ്? 330 ആണ് അല്ലെ. 330 ആണ്. സംസ്ഥാന നിയമസഭയിലേക്ക് വരുമ്പോൾ 332ലാണ് അവരുടെ സംവരണത്തെ കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരള നിയമസഭയിലേക്ക് SC വിഭാഗത്തിന് എത്ര സീറ്റുകളാണ് സംവരണം ചെയ്തിരിക്കുന്നത്? അതായത് കേരള നിയമസഭയിലേക്ക് പട്ടികജാതി വിഭാഗത്തിന് 14 സീറ്റുകളുണ്ട്. മൊത്തം 16 സീറ്റുകളാണ് അല്ലെ. കേരള നിയമസഭയിലേക്ക് മൊത്തം 16 സീറ്റുകളാണ് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 14 എണ്ണം ആർക്കാണ്? പട്ടികജാതിക്കാർക്കും. ബാക്കി വരുന്ന 2 എണ്ണം ആർക്കാണ്? ബാക്കി 2 സീറ്റുകൾ ST-ക്കാർക്കാണ്, അതായത് പട്ടിക വർഗക്കാർക്കാണ്. അപ്പൊ 16 സീറ്റ് ആയല്ലോ. കേരള നിയമസഭയിലേക്ക് മൊത്തം 16 സീറ്റുകൾ, അതിൽ 14 എണ്ണം പട്ടികജാതിക്കാർക്ക്, ബാക്കി വരുന്ന 2 സീറ്റുകൾ പട്ടികവർഗക്കാർക്ക്. ഈ 2 സീറ്റുകൾ കേരള നിയമസഭയിലേക്ക് സംവരണം ചെയ്തിരിക്കുന്ന പട്ടികവർഗക്കാർക്കായിട്ടുള്ള 2 സീറ്റുകളാണ് ഈ പറയുന്ന സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. ഇത് പലർക്കും തെറ്റിപ്പോവും, തിരിഞ്ഞു പോകും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ സീറ്റുകൾ ഉണ്ട് 2 എണ്ണം. അപ്പൊ ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. കേരള നിയമസഭയിലേക്ക് ST വിഭാഗത്തിന് 2 സംവരണ മണ്ഡലമുണ്ട്. അതാണ് ഈ പറയുന്ന സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. ഇനി ലോക്സഭാ സീറ്റ്, അതായത് ലോക്സഭാ സംവരണ മണ്ഡലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ കേരള നിയമസഭയിൽ 2 സീറ്റുകൾ ST-ക്ക് കൊടുത്തു. അതുകൊണ്ട് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ ST വിഭാഗത്തിന് ഇല്ല.
അത് പ്രത്യേകം ഓർത്തിരിക്കണം, അതങ്ങ് ഉറപ്പിക്കണം. കേരളത്തിൽ എസ് ടിക്ക് അഥവാ പട്ടികവർഗ വിഭാഗത്തിന് ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്നും തന്നെ സംവരണം ചെയ്തിട്ടില്ല. പകരം SC വിഭാഗത്തിന്, അതായത് പട്ടികജാതിക്കാർക്ക് 2 മണ്ഡലങ്ങൾ സംവരണം ചെയ്തിട്ടുണ്ട്. അതാണ് മാവേലിക്കരയും ആലത്തൂരും മാവേലിക്കരയും എന്താണ്, ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണ്. ആർക്കുള്ളത്? SC വിഭാഗത്തിന്, പട്ടികജാതിക്കാർക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളാണ് മാവേലിക്കരയും ആലത്തൂരും. പട്ടികവർഗക്കാർ അഥവാ ST വിഭാഗത്തിന് ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്നും തന്നെ സംവരണം ചെയ്യപ്പെട്ടിട്ടില്ല. പകരം 2 സീറ്റുകൾ കേരള നിയമസഭയിലുണ്ട്. കേരള നിയമസഭയിൽ 2 സീറ്റുകളുണ്ട്. അതാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. ഒന്ന് പ്രത്യേകം തെറ്റിപ്പോവാതെ ഓർത്തിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞു തരാം. കേരള നിയമസഭയുടെ കാര്യമാണ് പറയുന്നത്. കേരള നിയമസഭയിലേക്ക് മൊത്തം 16 സീറ്റുകൾ ഈ പറയുന്ന ST വിഭാഗത്തിനും SC വിഭാഗത്തിനും കൂടെയുണ്ട്, 2 പേർക്കും കൂടെയുണ്ട്. ഇതില് 14 സീറ്റുകൾ പട്ടികജാതിക്കാർക്കാണ് സംവരണം ചെയ്തിരിക്കുന്നത്, 14 സീറ്റുകൾ. ബാക്കി വന്ന 2 സീറ്റുകളോ ST വിഭാഗം അഥവാ പട്ടികവർഗക്കാർക്ക്. അങ്ങനെ കേരള നിയമസഭയിലേക്ക് സംവരണം ചെയ്തിരിക്കുന്ന പട്ടികവർഗക്കാർക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന 2 സീറ്റുകളാണ് ഈ പറയുന്ന സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. അതവിടെ കഴിഞ്ഞു. അപ്പൊ ST കാർക്ക് രണ്ട് സീറ്റുണ്ട് കേരള നിയമസഭയിൽ. ഇനി ലോക്സഭാ സീറ്റുകൾ, ലോക്സഭയിലേക്കുള്ള സംവരണ മണ്ഡലം വരുമ്പോ ഈ പറയുന്ന ST കാർക്ക് അവിടെ സീറ്റ് ഒന്നും സംവരണം ചെയ്തിട്ടില്ല. പകരം ആർക്കാണുള്ളത്? SC വിഭാഗം അഥവാ പട്ടികജാതിക്കാർക്ക്. ആ പട്ടികജാതിക്കാർക്കായിട്ടുള്ള ലോക്സഭാ സംവരണ മണ്ഡലങ്ങളാണ് ഇത്, ഈ പറയുന്ന ആലത്തൂരും മാവേലിക്കരയും. തെറ്റിപ്പോകാതിരിക്കുക, ഒന്നുകൂടെ കേട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റ് തൊട്ടുകൂടായ്മ നിരോധന നിയമം പാസാക്കിയത് 1955-ലാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം പരീക്ഷയ്ക്ക് ഒത്തിരി ചോദിച്ചിട്ടുണ്ട് അല്ലെ. 1955-ലാണ്. ഭരണഘടനയുടെ 17ാം വകുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ നിയമം പാർലമെന്റ് പാസാക്കിയത്. അപ്പോൾ ഭരണഘടനയുടെ 17ാം വകുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിയമം പാസ്സാക്കിയത്. എന്താണ് 17ാം വകുപ്പ്? അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ, തൊട്ടുകൂടായ്മ നിരോധനം. അങ്ങനെയാണ് 1955-ലെ തൊട്ടുകൂടായ്മ നിരോധന നിയമപ്രകാരം അത്തരം പ്രവൃത്തികൾക്ക് 6 മാസം തടവോ 500 രൂപ പിഴയോ ലഭിക്കാവുന്നതാണ്. എന്താ പറഞ്ഞത്? 1955-ലെ തൊട്ടുകൂടായ്മ നിരോധന നിയമപ്രകാരം അത്തരം പ്രവൃത്തികൾക്ക് 6 മാസം തടവോ 500 രൂപ പിഴയോ ശിക്ഷയായി ലഭിക്കാവുന്നതാണ്. അടുത്തത് 1955-ൽ പാസ്സാക്കപ്പെട്ട തൊട്ടുകൂടായ്മ നിയമമാണ്, അല്ലെങ്കിൽ ദ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട്. പിന്നീട് 1976-ലെ ഭേദഗതി പ്രകാരം പൗരാവകാശ സംരക്ഷണ നിയമം എന്ന പേരിലേക്ക് മാറിയത്. എന്താണ്? ഈ പറയുന്ന 55-ൽ പാസ്സാക്കപ്പെട്ട തൊട്ടുകൂടായ്മ നിയമമാണ് പിന്നീട് 1976-ലെ ഭേദഗതി പ്രകാരം പൗരാവകാശ സംരക്ഷണ നിയമമായിട്ട് മാറിയത്. നിലവിൽ 1976-ലെ പൗരാവകാശ സംരക്ഷണ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യം പറഞ്ഞ എന്താണ്? ദ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട്, അതായത് തൊട്ടുകൂടായ്മ നിയമം, തൊട്ടുകൂടായ്മ നിരോധന നിയമം എന്ന് പറയും. അതാണ് 55-ൽ പാസ്സാക്കിയത്. അതിന് 6 മാസം തടവും 500 രൂപ പിഴയോ ശിക്ഷയൊക്കെ ഉണ്ട്. നിലവിൽ 1976-ൽ എന്ത് ചെയ്തു? ഭേദഗതി വരുത്തിയിട്ട് ഇതിനെ പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പേര് മാറ്റി. ഇനി SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായിട്ടുള്ള അതിക്രമം തടയുന്ന നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം 1989-ലാണ്. 1989-ലാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. 1989-ൽ പാസ്സാക്കപ്പെട്ട ഈ നിയമം 1990 ജനുവരി 30-ന് നിലവിൽ വന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. PSC എപ്പോഴും ചോദിക്കുന്നത് എന്താണ്? നിയമം പാസ്സാക്കിയ വർഷം ചോദിക്കുക. അത് 1989-ലാണ് അല്ലെ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. SC/ST വിഭാഗക്കാർക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാനങ്ങൾ പ്രത്യേക കോടതികൾ രൂപീകരിക്കണം. എന്താണ്? SC/ST വിഭാഗങ്ങൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി എന്ത് ചെയ്യണം? സംസ്ഥാനങ്ങൾ പ്രത്യേക കോടതികൾ രൂപീകരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, SC/ST വിഭാഗക്കാരുടെ പുനരധിവാസത്തെ കുറിച്ച് ഈ നിയമം പ്രതിപാദിക്കുന്നു. ഇവരുടെ പുനരധിവാസത്തെ കുറിച്ച് ഈ നിയമം പ്രതിപാദിക്കുന്നു. അടുത്ത പോയിന്റ്, 1989-ൽ പാസ്സാക്കിയ ഈ നിയമത്തിന് 2018-ൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 89-ൽ പാസ്സാക്കിയ ഈ നിയമത്തിന് 2018-ൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. 3 പോയിന്റാണ് പറഞ്ഞത്. ഈ പറയുന്ന SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് സംസ്ഥാനങ്ങൾ പ്രത്യേക കോടതികൾ രൂപീകരിക്കണം. SC/ST വിഭാഗങ്ങളുടെ പുനരധിവാസത്തെ കുറിച്ച് ഈ നിയമം പ്രതിപാദിക്കുന്നു. പിന്നീട് എന്താ പറഞ്ഞേ? 89-ൽ പാസ്സാക്കിയ ഈ നിയമത്തിന് 2018-ൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർക്ക് സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്നാണ് ചോദ്യം. ഇവയെല്ലാം എന്നാണ് ഉത്തരം. ഇവയെല്ലാം നോക്കാം ഏതൊക്കെയാണെന്ന്.
ഇങ്ങനെ അതിക്രമത്തിൽപ്പെട്ടവർക്ക് സർക്കാർ പരിചയസമ്പന്നനായ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? പരിചയസമ്പന്നനായ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. രണ്ടാമതായിട്ട് പുനരധിവാസത്തിനും സുരക്ഷിതത്വവും ഉറപ്പാക്കണം. അവരുടെ പുനരധിവാസവും സുരക്ഷിതത്വവും ഉറപ്പാക്കണം. മൂന്നാമത് ധനസഹായം നൽകണം. എന്താണ്? എക്സ്പീരിയൻസ് ഉള്ള ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം. പിന്നീട് പുനരധിവാസം അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണം. ഇനി അടുത്ത ചോദ്യം, SC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ അതിക്രമ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്നത്. അതിക്രമ കുറ്റകൃത്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിക്രമ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഭക്ഷണയോഗ്യമല്ലാത്ത വസ്തുക്കൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്. SC വിഭാഗക്കാർ താമസിക്കുന്ന ഇടങ്ങളിൽ വിസർജ്യ വസ്തുക്കൾ ഇടുന്നത്. മൂന്നാമത് മനുഷ്യന്റെ അന്തസ്സിനെ ഹനിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? ഭക്ഷണയോഗ്യമല്ലാത്ത വസ്തുക്കൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്, SC വിഭാഗക്കാർ താമസിക്കുന്ന ഇടങ്ങളിൽ വിസർജ്യ വസ്തുക്കൾ കൊണ്ടുപോയി ഇടുന്നത്, മനുഷ്യന്റെ അന്തസ്സിനെ ഹനിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവ എന്താണ്? ഈ പറയുന്ന SC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം എന്താണ്? ഇവരുടെക്കെതിരെയുള്ള അതിക്രമ കുറ്റകൃത്യങ്ങളാണ് അല്ലെ? ഇവർക്കെതിരെയുള്ള അതിക്രമ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ബാക്കി നോക്കാം. SC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിൽ പരാമർശിക്കുന്ന മറ്റ് പ്രവർത്തികൾ താഴെ പറയുന്നു. കൂടാതെ തന്നെ ഈ പറയുന്ന SC/STക്കാർക്ക് നീക്കി വെച്ചിരിക്കുന്ന ഭൂമി കൈമാറ്റം ചെയ്യുന്നത്, ഇവർക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഭൂമി കൈമാറ്റം ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ? SC വിഭാഗക്കാർ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. SC കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നത്. മൂന്നാമത് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും സ്വാധീനിച്ച് മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക അതുപോലെ തന്നെ സ്വാധീനിച്ച് മാനഭംഗപ്പെടുത്തുന്നതും ഈ പറയുന്ന അതിക്രമമാണ്. നാലാമത്തെ അതിക്രമം എന്താണ്? വ്യാജ പരാതി നൽകുക, വ്യാജ പരാതിന്മേൽ ഉപദ്രവിക്കുക. വ്യാജ പരാതിയൊക്കെ നൽകിയിട്ട് ആ വ്യാജ പരാതിയുടെ പേരിൽ അവരെ പിടിച്ച് ഉപദ്രവിക്കുക. ഇതും ഒരു അതിക്രമമാണ്. അഞ്ചാമത്തെ എന്താണ്? വോട്ട് ചെയ്യുന്നതിനെ നിർബന്ധിക്കുകയോ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നതോ. വോട്ട് ചെയ്യുന്നതിനെ നിർബന്ധിക്കുക, ഇന്ന പാർട്ടിക്ക് പോയി വോട്ട് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കുക. വോട്ട് ചെയ്യുന്നതിന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയോ ചെയ്യുക. അടുത്ത പോയിന്റ്, നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുകയോ പൊതുസ്ഥലത്ത് അവഹേളിക്കുകയോ ചെയ്യുക. നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് അവഹേളിക്കുക. ഏഴാമത്തെ പോയിന്റ്, വഴിയിൽ തടസ്സം വരുത്തുന്നത്. അവർ നടന്നു പോകുമ്പോൾ വഴിയിൽ തടസ്സം വരുത്തുന്നത്. ഇനി എട്ടാമത്തെ പോയിന്റ്, വീട്ടിൽ നിന്ന് പ്രദേശത്ത് നിന്ന് ഇറക്കി വിടുന്നത്. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രദേശത്ത് നിന്ന് ഇറക്കി വിടുന്നത്. ഈ എട്ട് പോയിന്റ് മുകളിൽ പറഞ്ഞ എന്താ പറയണ്ടേ? ഈ ഭക്ഷണയോഗ്യമല്ലാത്ത വസ്തു നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്, പിന്നെ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ വിസർജ്യ വസ്തുക്കൾ ഇടുന്നത്. ഇങ്ങനെ 10 പോയിന്റ് ഉണ്ട്. ഈ 10 പോയിന്റ് പച്ചവെള്ളം പോലെ പഠിച്ചേ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് പ്രസ്ഥാന രീതിയിൽ ഉറപ്പായിട്ട് ചോദിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കും ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അത് പ്രസ്ഥാന രീതി ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇതൊക്കെ ചോദിക്കും. ഇവർക്കെതിരെയുള്ള ഈ പറയുന്ന അതിക്രമ കുറ്റകൃത്യങ്ങളെ പറ്റി എടുത്ത് ചോദിക്കും പരീക്ഷയ്ക്ക്. മുൻപ് ചോദിച്ചിട്ടുമുണ്ട്. എന്താ പോയിന്റ്സ് പറഞ്ഞത്? ഭക്ഷണയോഗ്യമല്ലാത്ത വസ്തുക്കൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്, അതുപോലെ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ വിസർജ്യ വസ്തുക്കൾ ഇടുന്നത്, അവർ താമസിക്കുന്ന സ്ഥലത്ത് വിസർജ്യ വസ്തുക്കൾ കൊണ്ടുപോയി ഇടുന്നത്, അതുപോലെ തന്നെ അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നീട് എന്താ പറഞ്ഞത്? SC/STക്കാർക്ക് നീക്കി വെച്ചിരിക്കുന്ന ഭൂമി കൈമാറ്റം ചെയ്യുന്നത്. പിന്നീട് എന്താ പറഞ്ഞത്? SC വിഭാഗക്കാർ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നത്. മൂന്നാമത്തെ പോയിന്റ്, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക അതുപോലെ സ്വാധീനിച്ച് മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ്, വ്യാജ പരാതി നൽകുക, ആ വ്യാജ പരാതിന്മേൽ അവരെ ഉപദ്രവിക്കുക. അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞത്, വോട്ട് ചെയ്യുന്നതിന് നിർബന്ധിക്കുകയോ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയോ ചെയ്യുക. ആറാമത്തെ പോയിന്റ് പറഞ്ഞത്, നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുകയോ പൊതുസ്ഥലത്ത് അവഹേളിക്കുകയോ ചെയ്യുക. ഏഴാമത് പറഞ്ഞത്, വഴിയിൽ തടസ്സം വരുത്തുന്നത്. അവസാനമായി പറഞ്ഞത്, വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രദേശത്ത് നിന്ന് അവരെ ഇറക്കി വിടുന്നത്. ഇതാണ് ഇവർക്കെതിരെയുള്ള അക്രമങ്ങൾ, പ്രധാനമായിട്ടും പറയുന്ന അതിക്രമങ്ങൾ. ഇത് പഠിച്ചു വയ്ക്കുക. അടുത്തത്, SC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ തന്നെ 6 മാസത്തെ ജയിൽ ശിക്ഷയാണ്. എന്താണ്? 6 മാസത്തെ ജയിൽ ശിക്ഷ. ഇത് പരമാവധി 5 വർഷം വരെയോ ഒപ്പം പിഴയോ ആക്കാം. ഇത് പരമാവധി 5 വർഷം വരെയോ അല്ലെങ്കിൽ പിഴയും ഇതിന്റെ കൂടെ ആക്കാവുന്നതാണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? ഇവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് 6 മാസത്തെ ജയിൽ ശിക്ഷയാണ് ഏറ്റവും കുറവ്. അത് പിന്നീട് 5 വർഷം വരെയോ അല്ലെങ്കിൽ പിഴയോ ആക്കാവുന്നതുമാണ്. അടുത്ത ചോദ്യം, SC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ അതിക്രമം നടത്തുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ
1 വർഷത്തിൽ കുറയാത്ത ജയിൽ ശിക്ഷ ഉണ്ടായിരിക്കും. ബിക്കോസ് ഇതൊക്കെ പഠിച്ചിട്ടാണല്ലോ സർവീസിൽ കയറുന്നത്. അപ്പോൾ ഇച്ചിരി കടുപ്പമാവും. 6 മാസത്തിലാണ് സാധാരണക്കാർക്ക്. ഇനി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ അതിക്രമം കാണിക്കുന്നെങ്കിലോ അങ്ങേർക്ക് ഈ പറയുന്ന 1 വർഷത്തിൽ കുറയാത്ത ജയിൽ ശിക്ഷ ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടി എടുക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷ. എന്താ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആക്ട് പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നടപടി എടുക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയുള്ള ശിക്ഷയാണ് 6 മാസം മുതൽ 1 വർഷം വരെ ആകാവുന്ന ജയിൽ ശിക്ഷ. ഇത്തരം അതിക്രമങ്ങൾക്ക് നിയമപ്രകാരം നൽകാവുന്നത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ 6 മാസം മുതൽ 1 വർഷം വരെ ആകാവുന്ന ജയിൽ ശിക്ഷ കിട്ടും. ഇനി പറഞ്ഞ പോലെ ആ കുറ്റം ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും എന്താണ് 1 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കിട്ടും. ഇനി നടപടി എടുക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹത്തിനും എന്താണ് 6 മാസം മുതൽ 1 വർഷം വരെ ആകാവുന്ന ജയിൽ ശിക്ഷ കിട്ടും. അടുത്ത ചോദ്യം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏറ്റവും കുറഞ്ഞത് ഏത് റാങ്കിലുള്ള ആളായിരിക്കണം? ഏറ്റവും കുറഞ്ഞത് DYSP എങ്കിലും ആയിരിക്കണം. അതായത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമത്തിന്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ. DYSP റാങ്കിൽ കുറയാൻ പാടില്ല. അടുത്ത പോയിന്റ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് അഥവാ വന സംരക്ഷണ നിയമം പാസാക്കിയ വർഷം 1980-ലാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസാക്കിയത്. അടുത്തത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. റൈറ്റ് എന്ന് പറഞ്ഞ അവകാശം. വനാവകാശ നിയമം പാസാക്കിയത് 2006-ലാണ്. എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടും ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നിവ ഇന്ത്യയിലെ പട്ടികവർഗക്കാരെ കണക്കിലെടുത്തുകൊണ്ടുള്ള നിയമങ്ങളാണ്. ഇത് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്, വനാവകാശ നിയമം 2006, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വനസംരക്ഷണ നിയമം 1980 രണ്ടും പട്ടികവർഗക്കാരെ കണക്കിലെടുത്തുകൊണ്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി സുപ്രധാന നിയമങ്ങൾ എന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കിനുള്ളിൽ വരുന്ന ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, അതുപോലെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ വിശദമായി തന്നെ പഠിച്ചു കഴിഞ്ഞു. ക്ലാസ്സുകൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഈ ക്ലാസ് കൂടാതെ സുപ്രധാന നിയമങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കൂടി നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതുകൂടി ഈ ക്ലാസ്സോടൊപ്പം ചേർത്ത് പഠിച്ച് വേണ്ട രീതിയിൽ ഏവരും പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരും പരീക്ഷകളിൽ ഏവർക്കും ഉന്നത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്ലാസ്സുകൾ കാണുന്ന ഏവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചാനൽ എത്തിച്ചു കൊടുത്ത് അവരെ കൂടെ നമ്മുടെ ചാനലിന്റെ ഭാഗമാക്കണമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സപ്പോർട്ട് ചെയ്യുന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.